ഈ ഹമാസ് തീവ്രവാദ സംഘടന എന്ന് നമുക്ക് കോഴിക്കോട് എന്ന് പറയാൻ അവകാശമില്ല. കാരണം ഇന്ത്യ അംഗമായ ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റുള്ള സംഘടനകളിൽ ഈ സെക്കൻഡ് വരെ ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മീറ്റർ ഹമാസ് ഇല്ല എന്നുള്ളത്. ഹമാസ് UN അവരുടെ ലിസ്റ്റിൽ ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെറർ ലിസ്റ്റിൽ ഇല്ല എന്നതുകൊണ്ട് അത് ടെറർ ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? അറിയില്ല. താങ്കൾ അത്ര എല്ലാ കാര്യത്തിലും വിവരമില്ല. ഹമാസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് തീവ്രവാദ സംഘടനയാണോ എന്നാണ് ചോദിച്ചത്. അറിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. RSS നല്ല ഒന്നാം തരം തീവ്രവാദ സംഘടന. യുഎന്റെ ലിസ്റ്റിലുണ്ടോ? യുഎന്റെ ലിസ്റ്റിലുണ്ടോ? യുഎന്റെ ലിസ്റ്റിലുണ്ടോ? RSS ഇന്ത്യയിലുള്ള ഒരു സംഘടനയാണ്. അത് ഇന്ത്യയിലുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ തൊട്ടു വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് ദിവസം രാവിലെ മുതൽ രാത്രി വരെ അവരുടെ ചെയ്തികളും പ്രവൃത്തികളും കാണുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട പ്രശ്നം. നിങ്ങൾ ഒരു തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്നത് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രകാരമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല നമ്മളൊരു സാധനത്തിന് തീവ്രവാദമാണല്ലോ എന്ന് തീരുമാനിക്കുന്നത്. ഞാനത് ഐസിസിന്റെ കാര്യം ആദ്യം ചോദിച്ചു. ഞാൻ RSSന്റെ കാര്യം അല്ലല്ലോ ആദ്യം ചോദിച്ചത്. ഐസിസ് ഇവിടെ 2004 വരുമ്പോൾ ഐസിസിനെ തീവ്രവാദ സംഘടനയായിട്ട് UN പ്രഖ്യാപിക്കുന്ന 2015 അടുക്കുകയാണ്. അപ്പോൾ 2004 വന്ന് 2015 വരേക്കും ഐസിസ് തീവ്രവാദ സംഘടനയല്ലേ? അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? യസീദികളെ കൂട്ടക്കൊല ചെയ്യുന്നു, അവരെ അടിമകളാക്കി പിടിക്കുന്നു. മനാദി മുറാദിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ പല ആളുകളെയും ഈ പറയുന്ന സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ആ പ്രദേശങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എണ്ണിയാൽ തീരില്ല. ഇന്നും ഇതേ ഐസിസിന്റെ ബാക്കി ആയിട്ടുള്ള ഈ ISIS KP എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ISIS വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്നത്, ബോക്കോ ഹറാം എന്ന പേരിൽ, അങ്ങനെ പല പല പേരിൽ അത് രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇന്നും ആളുകളെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെയോ തീവ്രവാദമായിട്ട് കണക്കാക്കുന്നത് അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് RSS ഒരു തീവ്രവാദ സംഘടനയാണെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതേ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹമാസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പറയുന്നത്. അത് നമ്മൾ തുറന്നു കാണിക്കേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം.